കഥയിൽ ചോദ്യമില്ല എന്നാണ് പറയാറ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കഥ കേട്ട ശേഷം എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് എൻ്റെ ഈ ആഴ്ചയിലെ കഥ. സ്റ്റോറി ബിഹൈൻഡ് മൈ പിക്ചേഴ്സ്, എൻ്റെ ചിത്രങ്ങൾക്ക് പിന്നിലെ കഥകളിലേക്ക് സ്വാഗതം. അയ്യപ്പൻ എന്ന കൊമ്പനാനയുടെ മുന്നിൽ നിന്നും പാപ്പൻ ബേബി ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ ഞാൻ എന്തുകൊണ്ട് രക്ഷിച്ചില്ല എന്നായിരുന്നു എൻ്റെ ആ സുഹൃത്തുക്കളുടെ ചോദ്യം. ഒറ്റ വാക്കിൽ അതിനൊരു ഉത്തരം കെവിൻ കാർട്ടർ എന്നാണ്. കെവിൻ കാർട്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകം കണ്ട പട്ടിണിയുടെ ഏറ്റവും തീക്ഷ്ണമായ ചിത്രങ്ങളിലൊന്നായിരുന്നു അത്. 1993 കെവിൻ കാർട്ടർ ഈ ചിത്രമെടുക്കുന്നത് സുഡാനിൽ നിന്ന്. വിശന്ന് അവശയായ പട്ടിണി കോലം പോലെ തോന്നിക്കുന്ന ഒരു കുട്ടിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന ഒരു കഴുകൻ്റെ ചിത്രം. ഈ ചിത്രം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതിന് ശേഷം കെവിൻ കാർട്ടർ നേരിട്ട ചോദ്യം ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നീടുള്ള കഥകൾ നമുക്കറിയാം. ഈ ചോദ്യം അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ പുലിസ്റ്റർ അദ്ദേഹത്തെ തേടിയെത്തി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മാനസിക നില വളരെ മോശമായി കഴിഞ്ഞിരുന്നു. ഐ ആം റിയലി സോറി എന്നൊരു കുറിപ്പ് എഴുതി വെച്ച ശേഷം കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതാണ് കെവിൻ കാർട്ടറുടെ കഥ. ഇനി എൻ്റെ കഥയിലേക്ക് വരാം. മലയാള മനോരമയിൽ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് വ്യത്യസ്ത കാലങ്ങളിൽ ഞാൻ പകർത്തിയ 3 അപകടങ്ങളുടെ ചിത്രങ്ങളും അതിൻ്റെ പശ്ചാത്തലവുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ യാത്ര ചെയ്തിരുന്ന വാഹനത്തിന് മുന്നിലൂടെ വളരെ ശബ്ദമുണ്ടാക്കി വന്ന ആ ബൈക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചിടുന്ന ഒരു നിമിഷം. ഞാൻ വളരെ ക്വിക്കായി ആ ഷോട്ട് എടുത്തു. അതൊരു ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. ഞങ്ങൾ വാഹനം റോഡ് സൈഡിലേക്ക് ഒതുക്കി അവരിലേക്ക് എത്തുമ്പോഴേക്കും വഴിയിൽ കൂടി നിന്ന ആളുകൾ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. ആദ്യത്തെ അപകടത്തിൻ്റെ ചിത്രം ഞാൻ പകർത്തുക മാത്രമാണ് ചെയ്തത്. അതിൽ എൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ രണ്ടാമത്തെ ചിത്രം, ചില ദിവസങ്ങളിൽ അല്പം തിരക്ക് കുറവായിരിക്കും. അപ്പോഴാണ് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്യാറ്. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഒരു വളവിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഓവർ സ്പീഡിൽ വരുന്ന ഓട്ടോറിക്ഷ കണ്ടത്. അതൊരു ടേണിംഗ് ആയതുകൊണ്ട് അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് എൻ്റെ തൊട്ട് മുന്നിൽ അത് മറിയായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും വഴിയിൽ കൂടി നിന്ന 2 പേർ ആ ഓട്ടോറിക്ഷ ഉയർത്തി യാത്രക്കാരെ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ 2 ചിത്രങ്ങൾ പകർത്തിയ ശേഷം ആ ഓട്ടോറിക്ഷ ഉയർത്താൻ ഞാൻ അവരെ സഹായിക്കുകയും അതൊരു അത്ര വലിയ അപകടമൊന്നുമായിരുന്നില്ല. അതിൽ സ്ത്രീകളാകെ പേടിച്ചിരുന്നു. ആ ഓട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഉയർത്തി അവരെ അപകട സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത്. ഇനി 3ാമത്തെ ചിത്രം. ചിത്രങ്ങൾക്കായുള്ള യാത്രകൾക്കിടയിലാണ് ഈ കാഴ്ചയും ഞാൻ കാണുന്നത്. ടൗണിലൊരു ആൾക്കൂട്ടം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ബൈക്ക് നിർത്തുന്നത്. ഒരു ചെറിയ അപകടം കഴിഞ്ഞിട്ട് കുറച്ച് സമയമായിരിക്കുന്നു. സൈക്കിൾ യാത്രക്കാരനെ ഏതോ ഒരു വാഹനം ഇടിച്ചിട്ട് ശേഷം ആ വാഹനം നിർത്താതെ ഓടിച്ചുപോയി. ഈ സൈക്കിൾ യാത്രക്കാരൻ അല്പം പ്രായം ചെന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ട് റോഡിൽ കിടക്കുകയായിരുന്നു. അവിടെ കൂടി നിന്ന വഴിയാത്രക്കാരെല്ലാവരും കൂടി ഈ അപകടത്തിൽപ്പെട്ട ആളിനെ എടുത്ത് അതുവഴി വന്ന ഓട്ടോറിക്ഷയിൽ കയറ്റിയിരുത്തി. ഓട്ടോ ഡ്രൈവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പേ തന്നെ ഈ വഴിയാത്രക്കാരെല്ലാവരും തിരികെ നടന്നു. ആരെങ്കിലും എൻ്റെ കൂടെ വരുമെന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറുടെ ശബ്ദമാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത്. ആ നിമിഷം തന്നെ ഞാൻ ചിത്രമെടുത്തു. ഈ വഴിയാത്രക്കാരും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ മാനസികമായി തയ്യാറല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൂടെ വരാം. ഡ്രൈവർക്ക് ആദ്യം അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നോട് പറഞ്ഞു, ഇതൊക്കെ നിയമത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, പിന്നീട് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് അദ്ദേഹം വളരെ പേടിയോടും എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തു. ഞങ്ങൾ കൊല്ലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ എമർജൻസി വാർഡിലേക്കാണ് പോകുന്നത്. എൻ്റെ വാക്കുകൾ ജെന്യുവനാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അവർ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും മറ്റ് ട്രീറ്റ്മെൻറ്റുകൾക്കുമായിട്ട് അദ്ദേഹത്തെ എമർജൻസി വാർഡിലേക്ക് തന്നെ കൊണ്ടുപോയത്. ഡ്രൈവർക്ക് അപ്പോഴും പേടിയായിരുന്നു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഞാൻ എങ്ങനെയാണ് ഈ ഡ്രൈവർക്ക് ഇത്ര ധൈര്യം കൊടുത്തതെന്ന് എനിക്ക് അപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല. ഓട്ടോ ഡ്രൈവർക്ക് പിന്നീട് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരോ വാഹനത്തിൻ്റെ നമ്പറോ ഒന്നും ആശുപത്രി രജിസ്റ്ററിലോ മറ്റ് ഡോക്യുമെൻറ്റ്സിലോ വരാതെ ഞാൻ അദ്ദേഹത്തെ തിരിച്ച് സമാധാനത്തോടെ പറഞ്ഞയച്ചു. ഈ അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് അപ്പോഴും ബോധം വീണിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ഹോസ്പിറ്റൽ അധികൃതർ എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരുന്നത്. അന്ന് സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്തൊരു കാലമായതുകൊണ്ട് അതിൽ പാറ്റേൺ ലോക്കും ഫിംഗർ ലോക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്തിട്ട് ലാസ്റ്റ് കോൾ നോക്കുമ്പോൾ ഭാഗ്യത്തിനകത്ത് അദ്ദേഹം വീട്ടിലേക്ക് തന്നെയാണ് വിളിച്ചിരുന്നത്. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറയുകയും അവരോട് വളരെ സമാധാനത്തിൽ വളരെ ക്ഷമയോടെ വന്നാൽ മതിയെന്ന് പറയും. അവർ കുറച്ച് സമയം
കഴിഞ്ഞ് എത്തിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. പിന്നീട് ഞാൻ അറിഞ്ഞു അദ്ദേഹം ദിവസങ്ങൾക്ക് ശേഷം സുഖമായി അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. മൂന്നാമത്തെ ചിത്രം എനിക്ക് നൽകിയ സംതൃപ്തി ഒരു അവാർഡിനും കൊണ്ടുതരാൻ കഴിയാത്തതാണ്. അതിൽ അപകടത്തിൽപ്പെട്ട ആളിനെ ഞാൻ അതിനുശേഷം കണ്ടിട്ടില്ല. അദ്ദേഹം എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് സ്നേഹത്തോടെയുള്ള ഓർമ്മകളുള്ളൊരു ചിത്രമാണ് എനിക്കത്. എൻ്റെ ചിത്രങ്ങളുടെ കഥയ്ക്കൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത കഥകളുമായി നമുക്ക് വീണ്ടും കാണാം.